പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 3 മുതൽ 4 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ. കർത്താവേ, ഇതാ അങ്ങ് സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുന്നു എന്ന് പറയുവാൻ ആ സഹോദരിമാർ അവൻ്റെ അടുക്കലേക്ക് ആളയച്ചു. അത് കേട്ടപ്പോൾ യേശു പറഞ്ഞു, ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല, പ്രത്യുത ദൈവത്തിൻ്റെ മഹത്വത്തിനും അതുവഴി ദൈവപുത്രൻ മഹത്വം പ്രാപിക്കുന്നതിനും വേണ്ടിയാണ്. ഈശോ താൻ സ്നേഹിക്കുന്ന ലാസർ രോഗിയാണ് എന്നറിഞ്ഞപ്പോൾ പറഞ്ഞ ഈ വാക്കുകൾ നമ്മളോടും ആവർത്തിക്കുകയാണ്. ഒരു രോഗമോ ദുരിതമോ ഒന്നിൻ്റെയും അവസാനമല്ല. ജീവിതത്തിലെ ചില പ്രതിസന്ധികൾ നമ്മിലെ സന്തോഷം എടുത്തു കളയുന്നുണ്ടെങ്കിൽ ഈശോ നമ്മളോടും പറയും, നീ ഇന്ന് കടന്നുപോകുന്ന ഈ കഷ്ടതകൾ, ദുരിതങ്ങൾ ദൈവത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി കൂടിയുള്ളതാണ്. കാരണം ദൈവം മഹത്വപ്പെടുവാൻ നമ്മുടെ സഹനങ്ങൾ കാരണമാകുന്നുണ്ടെങ്കിൽ അത് നമുക്ക് വലിയ നന്മയായി കർത്താവ് തിരികെ കൊണ്ടുവരും. ദൈവ തിരുമുമ്പിൽ വീഴുന്ന ഓരോ കണ്ണുനീർ തുള്ളികൾക്കും വിലയുണ്ട്. ആ കണ്ണുനീരിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ അധികം നന്മകളും അനുഗ്രഹങ്ങളും കർത്താവ് തരും എന്നുള്ള ഉറപ്പാണ് ഈ തിരുവചനം നമുക്ക് തരിക. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാർക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 8-ാം അധ്യായം 28-ാം തിരുവചനം ഇപ്രകാരം പറയുന്നു: ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ. എല്ലാം നന്മയായി തിരിച്ചു തരുവാൻ കഴിയുന്ന കർത്താവിൻ്റെ സന്നിധിയിൽ അവിടുത്തെ മഹത്വത്തിനായി നമ്മുടെ സഹനങ്ങളെയെല്ലാം സമർപ്പിക്കാം. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.